നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ദേവേന്റെ അടുത്തേക്ക് നയന ചെല്ലുവാണ്. ആ സമയത്ത് നയനയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുക. അത് കണ്ടപ്പോ ദേവേനെ ചോദിച്ചു, എന്ത് പറ്റി മോളെ, മുഖമൊക്കെ വല്ലാതിരിക്കണമെന്ന് ചോദിക്കുക. അത് കേട്ടപ്പോ നയന പറഞ്ഞു, എനിക്കറിയില്ലമ്മേ, കാരണം നവ്യേച്ചിയുടെ സ്വഭാവം എനിക്ക് ആ നല്ല വിഷമമുണ്ടെന്ന് പറയണം. ദേവേനി പറഞ്ഞു, മോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അല്ലെങ്കിലും നവ്യെ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും തിരുത്താനൊന്നും പറ്റുന്ന കാര്യമല്ല. ഇനിയിപ്പം അവൾക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ അവൾ സത്യങ്ങളൊക്കെ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഒരു കാരണവശാലും അവൾക്കൊരു മാറ്റം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അത് കേട്ടപ്പം നയന പറഞ്ഞു, എന്നാലും നവ്യേച്ചി എന്താ ഇങ്ങനെ? നവ്യേച്ചി കാരണം ഈ കുടുംബത്തില് എത്ര പേരാ വിഷമിക്കണേ. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട്. അതെന്താ നവ്യേച്ചി മനസ്സിലാക്കാത്തെ? നവ്യേച്ചിക്ക് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ വേദനയും വിഷമമൊന്നും നവ്യേച്ചിക്ക് ഒന്നുമല്ല. ദേവേനി പറഞ്ഞു, ഇങ്ങനെ പോകുന്നോടം വരെ അങ്ങോട്ട് പോട്ടെ. സത്യങ്ങളൊന്നും തുറന്നു പറയാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ലോ മോളെ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നവ്യയുടെ ജീവിതം അതോടുകൂടി തകർന്നു. പിന്നെ അറിയാലോ, എങ്ങനെയെങ്കിലും നവ്യയെ വെച്ച് ഇവിടെ ഒരു കുടുംബം തന്നെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അബിയാണെങ്കിലും ജലജയാണെങ്കിലും നമ്മളെ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ജലജയ്ക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലോ. പക്ഷെ അബി ഇതിന് കൂട്ടു നിൽക്കുന്ന ഓർത്തിട്ടാ. നമ്മളുടെ മുന്നിൽ അവൻ നല്ല പിള്ള ചമച്ചിട്ട് നവിയുടെ മനസ്സിലേക്ക് നന്നായിട്ട് വിഷം കുത്തി നിറയ്ക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും അത് മനസ്സിലാകത്തുമില്ലെന്ന് പറഞ്ഞു. പിന്നീട് നയനോട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് മോള് സങ്കടപ്പെടണ്ട. അറിയാലോ, മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്ത വേണം. ആ ഒരു ഓർമ്മ എപ്പോഴും വേണമെന്നൊക്കെ പറഞ്ഞ് നയനയെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് നവ്യ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നവ്യ പോയി പരസ്യത്തിൽ അഭിനയിക്കുവാണ്. നവ്യയുടെ വേഷം എന്ന് പറഞ്ഞ ഇച്ചിരി ബൾഗറായിട്ടുള്ള വേഷമൊക്കെയാണ്. അത് അനന്തപുരി കുടുംബത്തിന് ചേരുന്ന വേഷവിധാനങ്ങളൊന്നും അല്ല നവ്യയുടേത്. കാരണം നവ്യ അങ്ങനെയൊക്കെ പോയി അഭിനയിക്കുമെന്ന് ഈ പറയുന്ന നയനോ ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പം നവ്യക്ക് താക്കീത് കൊടുത്ത അങ്ങനെ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് കൊണ്ടുപോയതോ അഭിയാണ് താനും. അങ്ങനെ അഭിനയം എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അഭി പറഞ്ഞു, അതെ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഞാൻ കണ്ടെന്ന് പറയണ. നവീച്ച് എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ വീട്ടിലുള്ളവരുടെ കാര്യമാണ്. അതിനെന്തിനാണ് നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നേ? നമ്മൾ നമ്മളെ മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളവരെ കുറിച്ച് ചിന്തിക്കുക വേണ്ട. അല്ലെങ്കിലും അവരെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് നിന്നെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ചിന്തിക്കുന്നില്ലോ. പിന്നെന്താ എടി, ഇപ്പൊ തന്നെ നീ എല്ലാത്തരത്തും ഫേമസ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യമാണോ? അതേന്നേ, പ്രശസ്തമായ ഒരു ജ്വല്ലറിക്ക് വേണ്ടിയിട്ടല്ലേ, ജ്വല്ലറിക്ക് വേണ്ടിയിട്ടല്ലേ നീ മോഡലായിട്ട് അഭിനയിച്ചിരിക്കുന്നേ. ഇനി പത്രത്തിലും ന്യൂസ് ചാനലും ഒക്കെ നിന്റെ പേരും കാര്യങ്ങളും ഒക്കെ വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ അതെ, അനന്തപുരിയിലെ മൂർത്തി സാറിന്റെ മരുമകളാണ് ഈ പരസ്യത്തിൽ അഭിനയിക്കാൻ വന്നതെന്നുള്ള കാര്യം, അതും ഏത് ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണെന്നറിയാലോ, ഓപ്പോസിറ്റുള്ള ജ്വല്ലറിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പം ഈ പരസ്യം എന്താളും ഹിറ്റാകുക തന്നെ ചെയ്യും. ആൾക്കാർ ഇത് കാണുകയും ചെയ്യും. നിന്റെ കാര്യത്തില് നല്ലത് തന്നെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നവ്യയെ ഇങ്ങനെ പിരികയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നവ്യയ്ക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. നവ്യ പറഞ്ഞു, കണ്ടു, ഞാൻ ഉറപ്പായിട്ടൊരു മോഡലാവും. നീ നോക്കിയോടെ അബി, നമുക്കൊരു പരസ്യ കമ്പനി തന്നെ തുടങ്ങാൻ പറ്റും. അത് കേട്ടപ്പോൾ അബി പറഞ്ഞു, മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് തന്നെ ഇറക്കി വിടാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എന്താണെങ്കിലും ഈ ഫീൽഡിൽ നീ ഇറക്കി വിടാൻ ആർക്കും പറ്റില്ല. നീ നന്നായിട്ട് അഭിനയിച്ചോ നവ്യെ, ഉറപ്പായിട്ട് നമുക്ക് ഇതിനകത്തൊരു പിടിച്ചുവയ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നവ്യനെ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ പരസ്യത്തിലൊക്കെ അഭിനയിച്ച അവർ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് മുത്തശ്ശൻ അവിടെ ഉണ്ടായിരുന്നു. മുത്തശ്ശനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അബി അങ്ങോട്ട് കയറിപ്പോകാൻ ഒരുങ്ങണം. അപ്പോഴേക്കും മുത്തശ്ശൻ വിളിച്ചു, അബിനെ വിളിച്ചു. അബി നിന്നു. എന്താടാ, ഭാര്യയ്ക്ക് പരസ്യം ചെയ്യാൻ വേണ്ടി കൂട്ടുപോയതാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അബി പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശൻ ഞാൻ കൊള്ളാം, നല്ലതായിട്ടുണ്ടെന്ന് പറയണ. എടാ, സ്വന്തമായിട്ട് 10 കാശുണ്ടാക്കാനാ നീ ഇങ്ങനെ പുറപ്പെടുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അബി. നിനക്ക് നേരെ ചൊവ്വേ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി നിന്നാ പോരായിരുന്നോ? നല്ല രീതിയിൽ തന്നെ നിനക്ക് പൈസ ഉണ്ടാക്കായിരുന്നല്ലോ. അതിന് ഭാര്യയെ കൊണ്ട് പരസ്യത്തിൽ അഭിനയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ പറഞ്ഞു, അതെന്താ മുത്തശ്ശ, എന്റെ പരസ്യം കൊള്ളില്ലായിരുന്നു എന്ന് ചോദിക്കണം. പരസ്യമൊക്കെ നല്ലതാ, പരസ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേങ്കിലേ ഇത്ര മോഡേണായിട്ട് അഭിനയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കുറച്ചുകൂടെ വസ്ത്രങ്ങളൊക്കെ ആകുമായിരുന്നു. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, മുത്തശ്ശ, പണ്ട് കാലത്തെ കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ നടക്കുന്നത്. ഇത് നൂറ്റാണ്ട് വേറെയാ. ആ ഒരു ചിന്ത വേണം. അതുകൊണ്ടേ എങ്ങനെയൊക്കെ അഭിനയിച്ചാലോ ഇന്നത്തെ കാലത്ത് പരസ്യമൊക്കെ ഹിറ്റ് ആവുള്ളൂ. അല്ലാതെ സാരി ഉടുത്ത് അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ട്
നിന്നിട്ടുണ്ടെന്ന് കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ തന്നെ മുത്തശ്ശന് നല്ല ദേഷ്യ സങ്കടമൊക്കെ വന്നു. പക്ഷെ മുത്തശ്ശനൊന്നും മിണ്ടാൻ പോയില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എത്ര പറഞ്ഞാലും നവ്യ അതൊന്നും അനുസരിക്കാനായിട്ട് പോകുന്നില്ല. ആ സമയം അബിയോട് പറഞ്ഞു, അവസാനം നിനക്കിത് വിനയായി തീരില്ല, അറിയാലോ. ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന എന്തേലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എടുക്കുന്ന തീരുമാനം അത് നിന്നെ ശരിക്കും വേദനിപ്പിക്കുന്നതായിരിക്കും അബി. നിനക്കൊന്നും ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പോലും പറ്റിയെന്ന് വരത്തില്ല. സഹിക്കാവുന്നതിന് മാക്സിമം ഞാൻ സഹിക്കുന്നുണ്ട്. അതും പറഞ്ഞ് മുത്തശ്ശൻ അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് നവിയോട് ഹബി പറഞ്ഞു, നീ ഇങ്ങോട്ട് കയറി വരാനും പറഞ്ഞ് വിളിച്ചോണ്ട് മുറിയിലേക്ക് പോയി. മുത്തശ്ശൻ അതല്ല അതിലപ്പുറം പറയും, നീ അത് കാര്യാക്കണ്ട, അല്ലെങ്കിൽ ആര് കാര്യമാക്കുന്നു. അല്ലെങ്കിലും നിങ്ങളുടെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അനുസരിക്കണമല്ലേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. നീ ജയിലിൽ കിടന്ന സമയത്ത് ഈ പറയുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും കൂടെ ഉണ്ടായിരുന്നല്ലോ. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? നിന്നെ രക്ഷിക്കാനായിട്ടോ അല്ലെ നിന്നെ ജയിലിൽ നിന്ന് ഇറക്കാനായിട്ടോ ആരെങ്കിലും വന്നോ? ഇല്ലല്ലോ. അവരവർക്കെല്ലാം അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ല. പിന്നെ ഇപ്പം നമ്മൾ ഏത് പരസ്യത്തിൽ അഭിനയിച്ചാൽ എന്താ, എങ്ങനെയൊക്കെ പറയണം. പിന്നീട് ആ പരസ്യം വരുവാണ്. ആ പരസ്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനയൊക്കെ ഒരു നിമിഷം അന്തം വിട്ടുപോയി. കാരണം അത്രയ്ക്ക് ഒരു മോശം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അനന്തപുരിക്ക് ചേരുന്ന ഒരു പരസ്യമുള്ളെന്ന് നയനയ്ക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത്. കാരണം നവ്യയുടെ വേഷവിധാനങ്ങളൊക്കെ അങ്ങനത്തെ വേഷവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നയന ഇത് കണ്ടപ്പോൾ ഉടനെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് ചോദിച്ചു, ചേച്ചിയുടെ ഉദ്ദേശം എന്താന്ന് ചോദിക്കുക. എന്താ? അല്ല, ചേച്ചിയോട് ആദ്യമേ തന്നെ പറഞ്ഞല്ലേ ഈ പരസ്യത്തിലൊന്നും അഭിനയിക്കാൻ പോകണ്ടെന്ന്. എന്നിട്ടോ ചേച്ചിക്ക് മാന്യമായിട്ട് വേഷം ധരിച്ചുകൊണ്ട് പരസ്യം ചെയ്താൽ എന്താ? ഓ, നീയാണോ എന്നെ മാന്യത പഠിപ്പിക്കാൻ വരുന്നത്? നീ ഒരു കാര്യം ചെയ്യുക, ആദ്യം നിന്റെ ഭർത്താവിനെ പോയി മാന്യത പഠിപ്പിക്കുക. ഭർത്താവിന്റെ അവിഹിത സന്ധ്യ സ്വന്തം കുഞ്ഞായിട്ട് വെച്ചോണ്ടിരിക്കുന്ന നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ചേച്ചി അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ കുടുംബത്തിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യം ഇപ്പൊ ചേച്ചി ചെയ്തിരിക്കുന്നേ. അനന്തമൂർത്തിയുടെ മരുമകള് കൊച്ചുമോന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ അഭിനയിച്ചെന്നറിഞ്ഞാൽ നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? ആരെന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ പറയുന്ന നാട്ടുകാരൊന്നും അല്ല എന്റെ കാര്യം നോക്കുന്നേ. അതുകൊണ്ട് എനിക്ക് എന്റെ കാര്യം നോക്കാനറിയാം. അതും പറഞ്ഞ് നവ്യ അങ്ങോട്ട് കയറിപ്പോയി. എന്നാ എനിക്ക് മനസ്സിലായി എന്തൊക്കെ പറഞ്ഞാലും ഇനിയും നന്നാവാനൊന്നും പോകുന്നില്ലെന്ന്. ഇതേ സമയത്ത് കനയെ ഗോവിന്ദനൊക്കെ പരസ്യം കണ്ടു. നന്ദി എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നവ്യേച്ചി പോവുകയാണെങ്കിൽ ഇത് നല്ല കുഴപ്പത്തിലേ ചെന്ന് ചാടുള്ളൂ. നവ്യേച്ചിയുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നേ. ഇത്രയും നല്ലൊരു കുടുംബത്തിൽ പോയിട്ട് അവിടെ നല്ല രീതിയിൽ നവ്യേച്ചിക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ ജീവിതം താറുന്നു പോകത്തുള്ളൂ. ഗോവിന്ദൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ മോളെ, നമ്മളെ കൊണ്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഇല്ലേ? പരിധിയൊക്കെ ഉണ്ട് പോലും. അതെ, അച്ഛനും അമ്മയൊന്നും മിണ്ടായിരുന്നിട്ടാ. അച്ഛനും അമ്മയും വിളിച്ച് ഒന്ന് ഉപദേശിച്ച് നോക്ക്. ഇത് കേട്ടപ്പോ കനക പറഞ്ഞു, ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞ അവൾ അനുസരിക്കുവോ? അതെങ്ങനെയാ? അമ്മ എല്ലായിരുന്നു ചേച്ചിക്ക് നേരത്തെ വളം വെച്ച് കൊടുത്തോണ്ടിരുന്നേ. ചേച്ചി ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അമ്മ അതിനെ പ്രോത്സാഹിപ്പിച്ചോണ്ടിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? ഒടുക്കം ഒന്നും വരാത്ത സ്ഥിതിയായി പോയില്ലേ? കനക പറഞ്ഞു, എന്നാലും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇവിടുത്തെ എന്ത് ഭാവിച്ചാന്ന് അറിയണമല്ലോ എന്നൊക്കെ വിചാരിച്ച് കനക നവ്യനെ വിളിക്കുകയാണ്. നവ്യയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇതെന്താ നവ്യ നീ കാണിക്കണേ? ആ കുടുംബത്തെ തന്നെ നാണം കെടുത്തു പോകുന്ന പോലെ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും നവ്യ പറഞ്ഞു, ഓ, അമ്മയ്ക്ക് അത്ര നാണക്കേടാണ്. അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മ കുറച്ച് പൈസ ഇങ്ങോട്ട് ആട്ട്. ഞങ്ങൾക്ക് എന്താളും പൈസ വേണം ജീവിക്കാനായിട്ട്. അബിക്ക് ജോലിയില്ല കമ്പനിയിൽ. പിന്നെ എനിക്ക് എങ്കിലും ഒരു ജോലി വേണ്ടേ? ഞങ്ങൾ പിന്നെ എങ്ങനെയും ജീവിക്കുന്ന ഓർത്തിട്ടാ. ഇത് കേട്ടപ്പോ കന പറഞ്ഞു, അതിന് പൈസയുടെ ആവശ്യം എന്താ? അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് അവിടെ ആൾക്കാരുണ്ടല്ലോ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. നിങ്ങൾക്ക് അവിടെ പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കില്ലേ? അന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആവശ്യത്തിന് കാശ് വേണ്ടേ? എല്ലാവരുടെയും മുന്നിൽ പോയി കൈ നീട്ടാൻ പറ്റുമോ? ഇത്രയും നാളും അബിക്ക് ജോലി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്തെങ്കിലും കുടുംബം എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയണം. ഞാനും അബി, എൻ്റെ അമ്മായിയമ്മയും കുഞ്ഞും അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് പരസ്യത്തിലാണെങ്കിലും അഭിനയിച്ചാൽ മതിയാവുള്ളൂ. ഇനി ഈ പേരും പറഞ്ഞ് എന്നെ വിളിച്ചേക്കല്ലെന്നും പറഞ്ഞ് നവ്യെ കോഡ് കട്ട് ചെയ്തു. കാരണം എനിക്ക് ഭയങ്കര സങ്കടമായി. പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. എത്ര പറഞ്ഞാലും നന്നാവാനായിട്ട് പോകുന്നില്ല. ഒന്നെങ്കിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയണം. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നവ്യയുടെ ജീവിതം ഓർത്തിട്ട് മാത്രമാണ് പറയാതിരിക്കുന്നത്. ഈ സമയത്ത് ആദർശം നയനെ വിളിക്കുകയാണ്. നയനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നയനോട് പറഞ്ഞു, നീ ഒന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. 2 ആഴ്ച പെട്ടെന്ന് കഴിയും ഞാൻ അങ്ങോട്ടേക്ക് വരൂ എന്നൊക്കെ പറയാണ്. അതിനുശേഷമാണ് ആദർശ് പറയണേ, പരസ്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഓരോരുത്തരൊക്കെ എന്നെ വിളിച്ച് ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇനിയിപ്പം എന്ത് മറുപടി പറയണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, ആദർശേട്ടാ ഞങ്ങളും ആ ഒരു വിഷമത്തില. ആദർശ് പറഞ്ഞു, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നയനെ. ഒരുമാതിരി ഇതുപോലത്തെ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്രയെന്ന് വെച്ചാൽ നമ്മൾ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോകുന്നേ. നമ്മുടെ ജ്വല്ലറിക്ക് കളങ്കുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓപ്പോസിറ്റ് ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ടാ അവള് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പോട്ടെ, അവള് ധരിക്കുന്ന ഡ്രസ്സൊക്കെയോ
ഓരോരുത്തർക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പം എന്ത് മറുപടി പറയും? സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ച് നോക്കാം. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. അബിയ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നതെന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. മിക്കവാറും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നവിയെയും അബിയെയും ഒക്കെ മുത്തശ്ശൻ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.